ആരോഗ്യദീപ്തി. ഇന്ന് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഇതോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജ് സംസാരിക്കുന്നു. നമസ്കാരം. ഇന്ന് ഏപ്രിൽ 7 ലോക ആരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനമാണ്. അതിനാൽ തന്നെ ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായി ആചരിച്ചു വരുന്നു. ഈ ദിവസം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ആരോഗ്യമെന്നത് രോഗമില്ലായ്മ മാത്രമല്ല, ശാരീരിക, മാനസിക, സാമൂഹിക സൗഖ്യത്തിൻ്റെ സമഗ്ര അവസ്ഥയാണെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വർഷത്തെ വേൾഡ് ഹെൽത്ത് ഡേ പ്രമേയം ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് സയൻസ്, ആരോഗ്യത്തിനായി ഒരുമിച്ച് ശാസ്ത്രത്തിനൊപ്പം നിൽക്കാം എന്നതാണ്. ഇന്ന് വൈദ്യശാസ്ത്രം വളരെയധികം മുന്നേറിയിട്ടുണ്ടെങ്കിലും നല്ല ആരോഗ്യത്തിലേക്കുള്ള യാത്ര എല്ലാവർക്കും എളുപ്പമല്ല. ഇന്ന് നാം ഒരു ഡബിൾ ബർഡൻ നേരിടുകയാണ്. ഒരു വശത്ത് സാംക്രമിക രോഗങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു, മറുവശത്ത് പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വേഗത്തിൽ വർദ്ധിക്കുന്നു. ഇതിനൊപ്പം മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉയരുകയാണ്. കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ വളരെ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, അമിതവണ്ണം ഇവയെല്ലാം തന്നെ ഇപ്പോൾ യുവാക്കളിലും കണ്ടുവരുന്നുണ്ട്. കൂടാതെ കൗമാരക്കാരിൽ കൂടുതലായി ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും അതുമൂലം ഉണ്ടാകുന്ന ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്നങ്ങളും കൂടി വരുന്നു. ജീവിതശൈലി രോഗങ്ങളുടെ കാരണങ്ങൾ പലതാണ്. വ്യായാമക്കുറവ്, അനാരോഗ്യകരമായ ഭക്ഷണരീതി, പുകവലി, മദ്യപാനം, വ്യക്തി ശുചിത്വം ഇല്ലായ്മ, അമിതവണ്ണം, അങ്ങനെ പല കാരണങ്ങൾ. മാനസികാരോഗ്യവും അത്രയും പ്രധാനമാണ്. ആരോഗ്യം ശരീരത്തോടും മാത്രമല്ല ബന്ധിപ്പിക്കാനാവുക. പലരും നേരിടുന്നത് പല പ്രശ്നമാണ്. ജോലി, കുടുംബം എന്നിവയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, ഏകാന്തതയും മാനസിക വിഷമവും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു വൈദ്യസഹായം നേടുന്നതിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല. ഒരു വിശ്വസനീയമായ വ്യക്തിയോടോ ഡോക്ടറോടോ സംസാരിക്കുന്നത് വലിയ മാറ്റങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാക്കാം. പല രോഗങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർമാരായ ഞങ്ങൾ നേരിടുന്ന പ്രശ്നവും ഇത് തന്നെയാണ്. പല രോഗികളും വൈകിയാണ് എത്തുന്നത്. ശ്രദ്ധിക്കേണ്ട ചില ലക്ഷണങ്ങൾ ഉദാഹരണമായി പറയാം. നീണ്ടു നിൽക്കുന്ന ചുമ, കാരണമറിയാത്ത ഭാരം കുറയൽ, പൊടുന്നനെ ഉണ്ടാകുന്ന മുഴയും അവയുടെ വേഗത്തിലുള്ള വളർച്ചയും, സ്ഥിരമായ ക്ഷീണം, നെഞ്ചുവേദന. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ അവഗണിക്കരുത്. സമയബന്ധിതമായ പരിശോധന ജീവൻ രക്ഷിക്കാം. കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ മുൻപന്തിയിലാണ് പല തലത്തിലും. നമ്മുടെ ആരോഗ്യരംഗം മികച്ചതാകാൻ പോളിസി മേക്കേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. രോഗി ഡോക്ടർ നഴ്സസ് അനുപാതം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധിക്കണം. OPയിൽ ഡോക്ടർ ഒരു രോഗിയെ നന്നായി നോക്കണമെങ്കിൽ മിനിമം 10 മിനിറ്റെങ്കിലും വേണം. എന്നാൽ ഇപ്പോൾ പല ഗവൺമെൻറ് ആശുപത്രികളിലും 30 രോഗികളെ നോക്കേണ്ട സ്ഥാനത്ത് 300 രോഗികളെ നോക്കാൻ ഡോക്ടർമാർ ബാധ്യസ്ഥരാകുക വഴി രോഗികൾക്ക് നല്ല ആരോഗ്യ പരിചരണം നഷ്ടപ്പെടുകയും ശരിയായ രോഗനിർണയം സാധിക്കാതെ വരികയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് നഴ്സുമാരുടെയും അവസ്ഥ. പല ICUകളിലും റേഷ്യോ വ്യത്യാസമുണ്ടെങ്കിലും സാധാരണയായി ഒരു ICUവിൽ ഒരു രോഗിക്ക് ഒരു നഴ്സ് ആണ് കണക്ക്. വാർഡിൽ 6 രോഗികൾക്ക് ഒരു നഴ്സ് എന്ന കണക്കെങ്കിലും പാലിക്കാൻ നമുക്ക് സാധിച്ചാലേ നല്ല കെയർ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. മാനവ വിഭവശേഷി ശരിയാക്കിയാൽ ഡോക്ടർ രോഗി സംഘർഷം കൂടി വരുന്നത്
ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ഓർക്കുക, ഡോക്ടർമാർ ദൈവങ്ങളല്ല, നഴ്സുമാർ മാലാഖമാരുമല്ല, നിങ്ങളെപ്പോലെ മനുഷ്യർ മാത്രം. രോഗിപരിചരണത്തിൻ്റെ ഭാഗമായി വരുന്ന സങ്കീർണതകളെ പിഴവുകളായി ചിത്രീകരിക്കാതിരിക്കുക. ഡോക്ടർ പേഷ്യൻ്റ് കമ്മ്യൂണിക്കേഷനും മറ്റു മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും മെച്ചപ്പെടുത്താൻ പോളിസി മേക്കേഴ്സ് ഊന്നൽ നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഈ മേഖലയിൽ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പുതിയ തലമുറയ്ക്ക് ഈ മേഖലയിൽ കടന്നുവരാൻ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ്. നമ്മുടെ ആരോഗ്യരംഗം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഒരു നല്ല റെഫറൽ സംവിധാനം കൊണ്ടുവരാൻ നമ്മുടെ താഴെത്തട്ടിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഫാമിലി ഹെൽത്ത് സെൻ്ററിലും ഫാമിലി ഡോക്ടേഴ്സിന് സാധിക്കും. നവജാത ശിശു മുതൽ വാർദ്ധക്യം വരെ ജീവിതത്തിൻ്റെ എല്ലാ പ്രായത്തിലും ഘട്ടങ്ങളിലുമുള്ള വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമഗ്രവും നിരന്തരവുമായ ആരോഗ്യ സംരക്ഷണം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ് ഫാമിലി മെഡിസിൻ. സമഗ്രമായ രോഗി പരിചരണത്തിനും ക്ഷേമത്തിനും ഫാമിലി മെഡിസിൻ ഊന്നൽ നൽകുന്നു. 80% രോഗങ്ങളും താഴെത്തട്ടിലെ ആരോഗ്യരംഗത്ത് തന്നെ ചികിത്സിക്കാൻ സാധിക്കും. 20% മാത്രം റെഫറൽ ആവശ്യമുള്ള രോഗം ഉണ്ടാവുകയുള്ളൂ. ഇത് ചികിത്സാ ചെലവ് ക്രമാതീതമായി കുറയ്ക്കുന്നതിന് സഹായിക്കും. പ്രിയ ശ്രോതാക്കളെ, ഒരു കുടുംബ ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. സമതുലിതമായ ആഹാരം, മതിയായ ഉറക്കം, സ്ഥിരമായ വ്യായാമം, മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക, ദിവസവും 30 മിനിറ്റ് നടക്കുന്നത് പോലും ആരോഗ്യത്തിന് വലിയ ഗുണം ചെയ്യും. ആരോഗ്യം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ്. രോഗം വന്ന ശേഷം മാത്രമല്ല, ഇന്നു തന്നെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാം. ഇന്ന് ആരോഗ്യദിനത്തിൽ നമുക്ക് ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് ഒരു പടി മുന്നോട്ട് വെക്കാം. എല്ലാവർക്കും നല്ല ആരോഗ്യ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ലോകാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജ് സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.